ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ ന്യൂ ഇയർ അല്ലേ, അപ്പോൾ ഇന്ന് തലേന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വേണ്ട വെച്ചിട്ടാണ് ഞങ്ങൾ ചിക്കൻ വാങ്ങാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഞങ്ങൾ ഇതാ ചിക്കൻ വാങ്ങാൻ വന്ന് നമ്മൾ ബ്രോസ്റ്റാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പോൾ ബ്രോസ്റ്റിൻ്റെ ഒരു സൈസിലേക്കാണ് പീസൊക്കെ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ കടകളിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിയും കുറച്ച് ചെറുതാക്കിയിട്ടാണ് നമ്മൾ ചിക്കൻ കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതാ ചിക്കൻ കട്ട് ചെയ്ത് വന്ന് ഇതാ അച്ചു അതൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അച്ചു ഇതിന് മുമ്പ് ബ്രോസ്റ്റ് ഉണ്ടാക്കിയ വൻ വിജയമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അവളെ ഫേസിൽ കാണുന്നുണ്ട് കേട്ടോ. ബ്രോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അവളിത് എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടാണ് കേട്ടോ നമുക്ക് ബ്രോസ്റ്റ് ഉണ്ടാക്കണ കാണിച്ചു തന്നിട്ടുള്ളത്. എല്ലാ പ്രാവശ്യവും ഞാൻ പുറത്ത് പോയിട്ടാണ് ആഘോഷിക്കൽ, ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം ചേച്ചിയും ഏട്ടനൊക്കെ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ കൂടാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇന്ന് ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അച്ചു ആദ്യം തന്നെ മുന്നിട്ട് നിന്ന്, പിന്നെ കാശിയും മോളും ഒക്കെ അവർക്ക് വേണ്ട സഹായങ്ങളും കാര്യമൊക്കെ ചെയ്ത് കൂടെ തന്നെയുണ്ട്. ഫുഡ് കഴിക്കുമ്പോൾ തണുത്ത വെള്ളം രണ്ടുപേർക്കും നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അവർ തണുത്ത വെള്ളം ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ടാളും കൂടി ചേർന്ന്, ഇത് നമ്മൾ കിണറ്റിൽ നിന്ന് നേരിട്ട് അടിച്ച് വയ്ക്കുന്ന വെള്ളം ആയതുകൊണ്ട് കേട്ടോ, അത് നേരിട്ട് ഫ്രിഡ്ജിക്ക് വെക്കാൻ വേണ്ടിയിട്ട് അവർ കുപ്പിയിലാക്കിയതാണ്. അപ്പോഴേക്കിനും ഇതാ അവരെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. അവർക്കൊരു കോക്ടെയിലിൻ്റെ കുപ്പിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ സമയം അവരെ വെയിറ്റ് ചെയ്യുന്നു ചായ കുടിക്കാൻ. ഇന്ന് ചായ കുടിക്കാനുള്ളത് നമ്മൾ ഈ പ്രാവശ്യത്തെ ആദ്യത്തെ ചക്ക കിട്ടിയിട്ടുണ്ട്. നല്ല വരിക്ക ചക്കയാണ്, നല്ല തേനൂരുന്ന മധുരമുള്ള ചക്കയാണ്, നല്ല സ്മെല്ലൊക്കെ ഉള്ള ഒരു ചക്ക. അങ്ങനെ ആ ചക്ക അച്ഛമ്മയും അമ്മയും കൂടിയൊക്കെ പാകപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോഴേക്കിനും നമ്മളെ മലയാളികളെ പ്രധാന ഭക്ഷണം എന്നല്ല, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടായിട്ടുള്ള ഭക്ഷണമായിട്ടുള്ള പൂളയും മത്തിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ വൈകുന്നേരത്തെ ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അച്ഛൻ ഒരുക്കി വെക്കുകയാണ്. അച്ഛനാണ് അതൊക്കെ ഒന്ന് പ്ലേറ്റിലേക്ക് എല്ലാവർക്കും വേണ്ടി വെച്ച് തരുന്നതൊക്കെ. ഒപ്പം തന്നെ ചേച്ചി കൊണ്ടുവന്ന കോക്ടെയിലും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടി ഒഴിച്ച് വെക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ ന്യൂ ഇയറിൻ്റെ നൈറ്റിലുള്ള ഫസ്റ്റ് ഫുഡ് കഴിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കേക്കൊക്കെ ഒന്ന് കൊണ്ടുവരണം വിചാരിക്കുന്നുണ്ട്. പിന്നെ ബ്രോസ്റ്റിക്കുള്ള റൊട്ടി കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോകണമെന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ചായയൊക്കെ കുടിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ബ്രോസ്റ്റിൻ്റെ നമ്മൾ എടുത്ത് വെച്ച ബ്രോസ്റ്റില്ലേ, അത് എടുത്തിട്ട് അതിലേക്ക് രണ്ടാമത് മസാല ചേർക്കുന്നതാണ്. ബ്രോസ്റ്റ് മസാല അല്ല, ഒരു പൗഡർ ഉണ്ടല്ലോ. അപ്പോൾ അത് ചേർത്തിട്ട് ഒരു 3/4 മണിക്കൂറും കൂടി വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ചു അതൊക്കെ പാത്രത്തേക്ക് പൊട്ടിച്ചെടുത്തിട്ട് ആ ബ്രോസ്റ്റിലേക്ക് അത് കുഴച്ചുണ്ടാക്കുകയാണ്. അപ്പോൾ ഇനി ഒരു 1/2 മണിക്കൂറും കൂടി വെക്കണം എന്നാണ്. ഈ സമയത്താണ് ഞങ്ങൾ കേക്ക് വാങ്ങാൻ അതുപോലെ റൊട്ടി വാങ്ങാനൊക്കെ പോകുന്നത്. റൊട്ടി വാങ്ങാൻ പോകുമ്പോൾ എൻ്റെ കൂടെ കാശിയും പിന്നെ മോൾസാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കുളപ്പുറത്താണ് ഈ രാത്രി ഫുഡുകളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമുള്ളത്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ കേക്കും വാങ്ങുന്നത്. കേക്ക് വാങ്ങാൻ ചെന്നപ്പോൾ അവിടെ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ കടയിൽ അത്യാവശ്യം നല്ല രുചിയുള്ള കേക്ക് ഉണ്ടെന്ന് എല്ലാവരും പറയലുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഏത് വേണമെന്ന് ചോദിച്ചപ്പോൾ മോളുമാണ് പറഞ്ഞത് റെഡ് വെൽവെറ്റ് മതി എന്നുള്ളത്. അങ്ങനെ റെഡ് വെൽവെറ്റ് സെലക്ട് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോരുകയാണ്. തിരിച്ച് വീട്ടിലോട്ട് പോരുമ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അവിടെ 9 മണി വരെ കട ഉള്ളൂ എന്നുള്ളതുകൊണ്ട് അവിടെ പോലീസൊക്കെ ഒന്ന് അടപ്പിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടുന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ നേരെ വാങ്ങി വീട്ടിലോട്ട് വരികയായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ തന്നെ ഞങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു എല്ലാവരും കൂടി. അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ബ്രോസ്റ്റിൻ്റെ പണിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ പാത്രത്തിൻ്റെ അടുത്തെത്തുമ്പോൾ തന്നെ ബ്രോസ്റ്റിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. കാണാനും ബ്രോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി കഴിക്കുമ്പോൾ എങ്ങനെയാണ് കഴിക്കുമ്പോൾ മോശമാവില്ല എന്നറിയാം, കാരണം അതിന് മുമ്പ് അവൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് 11 മണി ആയിട്ടുള്ളൂ, ഇനി ഒരുപാട് സമയമുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് മോളും അവിടെ പൂച്ചക്കുട്ടീനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കണേ. കാശിയാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരുടെ അടുത്തും മൈക്കേറ്റൊക്കെ പോയി സംസാരിച്ചും കൊണ്ട് നിൽക്കുകയാണ്. എല്ലാവർക്കും മൈക്ക് പിടിച്ച് പറയാനൊക്കെ മടി, എന്നാലും കുറച്ചൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരൊക്കെ നല്ലപോലെ പറഞ്ഞു, കുറച്ച് ആൾക്കാർ മടി കാട്ടി നിന്നു. അങ്ങനെ നമ്മൾ ഈ ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട് ഇപ്പോൾ സമയം. ഇനി നമുക്ക് 12 മണിക്ക് കുറച്ച് സമയം കൂടി ഉണ്ട്. അപ്പോഴേക്കിനെ ചിക്കൻ മുഴുവനായിട്ട് ആവുകയുള്ളൂ കേട്ടോ. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരമൊക്കെ ആയിരുന്നു. പിന്നെ ഇതാ ഏകദേശം ഇപ്പോൾ അച്ഛന്മാരെ അമ്മ ആയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ്റെ അടുത്ത് ഇതാ ഏകദേശം ആയി തുടങ്ങി. ഇനി നമുക്ക് നേരെ കാശീനെ ഞങ്ങൾ താട്ടാട്ടെന്നാണ് വിളിക്കരുത് തമാശയിൽ. അങ്ങനെ കാശി ഇതാ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ആയോ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആയപ്പോൾ ഇതാ അച്ചു പ്ലേറ്റൊക്കെ ഇട്ടാണ്ട് നമ്മൾ ബ്രോസ്റ്റ് നമ്മൾ ടേബിളിലേക്ക് അതിനും അവളുടേതായിട്ടുള്ള രീതിയിലുള്ള സംസാരം ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ചേച്ചി നമ്മൾ കടയിൽ പോയി വാങ്ങിയിട്ടുള്ള കറിയായിട്ട് വന്നിട്ടുണ്ട്. ടിക്ക മസാലയാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ള ഇതിലേക്കുള്ള സ്പെഷ്യൽ. പിന്നെ ഇതാ വന്നിട്ട് കാശി നമ്മൾ കേക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കധികം ആഘോഷങ്ങളൊന്നുമില്ല, കാരണം 12 മണി ആവാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊക്കെ എടുത്ത് വെച്ച് കേക്ക് കട്ട് ചെയ്താണ്ട് നമ്മൾ ഈ ന്യൂ ഇയർ, അതായത് ഈ പുതുവർഷം നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ കേക്കുമ്പോൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഹാപ്പി ന്യൂ ഇയർ 2024 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. കേക്ക് കട്ട് ചെയ്യാൻ ഇതിൽ വേറെ ആൾ പിടിച്ചു തരാൻ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സ്റ്റൂളും വെച്ച് ക്യാമറ വെച്ചിട്ടാണ് ഞാൻ നേരെ നമ്മൾ
കേക്ക് കട്ട് ചെയ്യാൻ നിൽക്കണം. അങ്ങനെ ഇതാ നമ്മൾ ഈ വർഷത്തെ 12 മണിയായി. അപ്പോൾ ഈ വർഷത്തെ കേക്ക് കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ സ്വീകരിക്കുകയാണ്. ഈ വർഷം നമുക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊക്കെ നല്ലൊരു വർഷം ആവട്ടെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ന്യൂ ഇയർ ആഘോഷം ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് എന്ന് പറയേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പോൾ പുതിയൊരു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.